ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിൽ ഇതുവരെ സ്വത്തൊന്നും ഭാഗം വെച്ചിട്ടില്ലല്ലോ. ഓ, ആദ്യം ഈ സ്വത്തെല്ലാം ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയട്ടെ. എന്നിട്ട് നമുക്ക് ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം, അല്ലേ? അവനവന്റെ സ്വത്ത് വെച്ച് അവനവൻ ബിസിനസ് ചെയ്താ മതി. അത് ന്യായം. നിങ്ങൾ പറയുന്ന കേട്ടല്ലോ, മുത്തശ്ശിക്ക് കൂട്ടുകിടന്നോളാന്ന്. മലമൂത്രം ഒളിപ്പിച്ച് കിടക്കുന്ന കിളവിക്ക് കൂട്ടുകിടക്കലല്ലേ എന്റെ പണി. വട്ട് പറയാതെ പോയി കിടക്കടി. പ്രകാശേട്ടാ, നിങ്ങൾക്കൊരു മകനുണ്ടല്ലോ. ഒരു ദിവസം അവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കും. നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ കണ്ട് അച്ഛൻ അനുഭവിക്കുന്ന വേദന അപ്പ നിങ്ങൾക്ക് മനസ്സിലാവും. കാത്തിരുന്നോ, അവൻ നിങ്ങൾ കാണിക്കുന്നതൊക്കെ കണ്ടു പഠിച്ചോണ്ടിരിക്കോ. ഇപ്പൊ പാടത്ത് ജോലി, വരമ്പത്ത് കൂലിന്ന. ഓ ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു. നീയേ കറണ്ട് ചാർജ് കൂട്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. പ്രകാശേട്ടാ, എനിക്കൊരു സംശയം. ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. It's okay. വിദ്യേ, നിനക്കൊന്നും തോന്നരുത്. ഞാനൊരു സത്യം പറയാൻ പോവുക. എന്റെ അനിയൻ കുറുപ്പിന് മൂത്ത മകനായി ഇങ്ങനെ ഒരു കോന്തൻ എങ്ങനെ ജനിച്ചെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഓ, ജോലിക്കും കൂലിക്കും പോകാതെ മൂക്കറ്റം തിന്നുകൊണ്ട് 24 മണിക്കൂറും ഇങ്ങനെ എവിടെയും കുത്തിയിരുന്ന് മൊബൈല് കാണുന്ന ഇവന്റെ തൊലിക്കട്ടി സമ്മതിക്കണം. നിനക്ക് അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കിക്കൂടെ? ഓ, കഴുതെ വേണമെങ്കിൽ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും. എന്തു പറഞ്ഞാലും ഉളുപ്പില്ലാതെ തൊലിക്കെട്ടി രജിസ്റ്റർ ചെയ്ത് നടക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ടെന്താ? അല്ലേലും വല്ലതും പറഞ്ഞ തലേ കയറ്റാനുള്ള ബുദ്ധിയെങ്കിലും വേണം. നിക്ക്, ഞാനേ അവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാം. അപ്പച്ചി ഇരിക്ക്. ഉഗ്ര സീരിയല. ഒരു എപ്പിസോഡ് കണ്ടാ പിന്നെ അടുത്ത എപ്പിസോഡ് കാണാനുള്ള ആകാംക്ഷയാ. ഞാനാണെങ്കിൽ മഹിയുടെയും കല്യാണിയുടെയും ഫാനായി പോയപ്പച്ചി. വാ ഇരിക്കേ. ജിതേട്ടാ, പറഞ്ഞ നാക്കെടുത്തേ ഉള്ളു, അപ്പോഴേക്കും എത്തി. അല്ല, ജിതേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? വിദ്യ, നീ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിച്ചായിരുന്നോ? അവക്കല്ലേലും തീറ്റയും കൂടി മാത്രമല്ലേ ഉള്ളൂ. ഈ കത്രീന ചുഴലിക്കാറ്റ് ബോർഡർ കടന്ന് ഇങ്ങ് കേരളത്തിൽ വരുമെന്നാ എന്റെ പേടി. അപ്പച്ചി, കത്രി അല്ല, ജഗൻ വന്നു. വിധി, നമ്മൾ പേടിച്ചതുപോലൊന്നും നടന്നിട്ടില്ല.
വന്ദന ഇവനോട് കൂട്ടുകൂടിയിട്ടില്ലെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കും മുമ്പേ ഇവൻ ഈ ബൈക്കും എടുത്ത് ഇങ്ങോട്ട് വരുവോ? ആ, ഏതായാലും സന്തോഷം. ഏട്ടാ, അല്ല ജഗ, വന്ദന വന്നില്ലേ? അതാ ഞാനും നോക്കുന്നത്. വന്ദന എന്തേ കൊണ്ടുവന്നില്ലേ? ഇല്ല. ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അച്ഛൻ അപ്പച്ചോട് പറഞ്ഞില്ലായിരുന്നോ? ഇത് നീ കേട്ടില്ലേ? ബിസിനസ് എന്ന്. എന്ത് ബിസിനസ്? ജഗ, നിന്റെ അച്ഛൻ ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവനോട് പറഞ്ഞതാ, പദ്ധതിയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അല്ല, അവനവന് അറിയാവുന്ന പണി വേണം ചെയ്യാൻ, അതിന് വേണം പണം മുടക്കാൻ. അല്ലേലും മുതിർന്ന ആള് പണിയും കിണിയൊന്നും ഇല്ലാതെ നിൽക്കുമ്പോ ഒരാള് മാത്രം ബിസിനസ് തുടങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല അപ്പച്ചി. അപ്പച്ചി, ജഗൻ ബിസിനസ് തുടങ്ങിയാലും ഞാൻ തുടങ്ങിയാലും അത് ഒരുപോലെയല്ലേ അപ്പച്ചി? വിദ്യ എന്താ ചിന്തിക്കാത്തെ? എടാ, ഇവൻ തിന്നാ നിന്റെ വയറ് നിറയൂ. നീ രാവിലെ 10-18 ഇഡലി കുത്തിക്കയറ്റുന്ന കണ്ടല്ലോ. അച്ഛൻ പറഞ്ഞാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇപ്പൊ ഒരു ഫാമിലി ഉണ്ട്, എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് അപ്പച്ചിയോട് എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണല്ലോ. പിന്നെന്താ അപ്പച്ചി ഇങ്ങനെ ഇപ്പൊ പറയുന്നത്? അല്ല, നീ പറയുന്നത് ശരിയാണ്, കുറിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ വീട്ടിൽ ഇതുവരെ സ്വത്തൊന്നും ഭാഗം വെച്ചിട്ടില്ലല്ലോ. ഓ, ആദ്യം ഈ സ്വത്തെല്ലാം ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം, അല്ലേ? അവനവന്റെ സ്വത്ത് വെച്ച് അവനവൻ ബിസിനസ് ചെയ്താ മതി. അത് ന്യായം. ഇക്കാര്യം അപ്പച്ചിയോട് സംസാരിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. എടാ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ വേണ്ട, ഗീതോപദേശം കേൾക്കാനൊന്നേ എനിക്കിപ്പോ സമയമില്ല. ഓ, അതിനിത് ഗീതയല്ലല്ലോ ഉപദേശിക്കുന്നത്, ആനന്ദവല്ലിയല്ലേ? അമ്മേ, മോനെ, എടാ ജിതേന്ദ്ര, ഓ, നീ പറഞ്ഞതുപോലെ ചുഴലിക്കാറ്റ് കേരളത്തിലെത്തിയല്ലോടാ. ആഹാ, എത്തിയല്ലേ? എങ്കി അത് അപ്പച്ചിയും കൊണ്ടേ പോവും. എടി വിദ്യേ, നീ ഒട്ടി നിന്നോ, അപ്പച്ചിയുടെ കൂട്ടത്തില് നിനക്ക് ഒരുമിച്ചങ്ങ് പോവാം. അയ്യോ, എന്റെ സീരിയല്, അയ്യോ, കല്യാണി രാജ് എന്തായോ എന്തോ. മാനത്തെ കൊട്ട